അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. ഇൻ്റഗ്രേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ മേലെ ഉള്ളതൊരു ക്വാഡ്രാറ്റിക്കും താഴെ റൂട്ടിൻ്റെ ഉള്ളിൽ ഒരു ക്വാഡ്രാറ്റിക്കുമാണ് തന്നിട്ടുള്ളത്. അതിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മേലെയുള്ള ഫംഗ്ഷനെ അതായത് മേലെയുള്ള ക്വാഡ്രാറ്റിക്കിനെ താഴെയുള്ള ക്വാഡ്രാറ്റിക്കിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും ഒരു കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. മേലെയുള്ള ക്വാഡ്രാറ്റിക്കിനെ താഴെയുള്ള ക്വാഡ്രാറ്റിക്കിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും പിന്നെ ഒരു കോൺസ്റ്റൻറ്റിൻ്റെയും ഒരു കോമ്പിനേഷൻ ആക്കി എഴുതുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് എയും ബിയും സിയും കണ്ടെത്തണം. അതായത് 2x² + 5x + 9 അപ്പുറവുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇവിടെ x² കൂടെ a ഉണ്ടാവും, എക്സിൻ്റെ കൂടെ a + 2b ഉണ്ടാവും, കോൺസ്റ്റൻസ് ആയിട്ട് a + b + c ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്താൽ a = 2 കിട്ടും, a + 2b 5 ആണ്, അപ്പോൾ 2b = 3 ആണ്, b = 3/2 കിട്ടും. b = 3/2 ആണ്. ഇനി c എന്ന് പറഞ്ഞാൽ 9 - a - b, a + b + c 9 ആണ്. അപ്പോൾ അത് 9 - 2 - 3/2, അതായത് 7 - 3/2, c = 11/2 എന്ന് കിട്ടും. c = 11/2. അപ്പോൾ ഇപ്പം നമുക്ക് ആ മേലെയുള്ള ക്വാഡ്രാറ്റിക്കിനെ ഇങ്ങനെ ഒരു കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇൻ്റഗ്രൽ എഴുതുകയാണ്. ഇൻ്റഗ്രൽ 2x² + 5x + 9/√x² + x + 1. ഇതാണല്ലോ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിലിപ്പോൾ ന്യൂമറേറ്ററിനെ നമ്മൾ എങ്ങനെ മാറ്റി എഴുതാൻ പറ്റി? a × x² + x + 1. a എന്ന് പറഞ്ഞാൽ 2, x² + x + 1 പ്ലസ് b × 3/2 × 2x + 1 പ്ലസ് c 11/2. ഇങ്ങനെ മാറ്റി എഴുതി. x² + x + 1 ഇങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ടേമാക്കി ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ ഇപ്പോൾ ആദ്യം 2 മാറ്റി എഴുതി. x² + x + 1 റൂട്ട്, മേലെ ഒരു x² + x + 1ഉം താഴെ അതിൻ്റെ റൂട്ടും, അപ്പോൾ മേലെ റൂട്ട് വന്നു. 3/2 × 2x + 1/√x² + x + 1 പ്ലസ് 11/2 × dx/√x² + x + 1. ഇപ്പോൾ 3 ഇൻ്റഗ്രലായി. ഈ 3 ഇൻ്റഗ്രലും ചെയ്യാൻ പറ്റുന്ന 3 ഇൻ്റഗ്രലാണ്. അപ്പോൾ ഫസ്റ്റിന് ആദ്യം ചെയ്യേണ്ടത്, അവിടെ നമ്മൾ റൂട്ട് സ്ക്വയർ കംപ്ലീറ്റ് ആക്കണം റൂട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ സ്ക്വയർ കംപ്ലീറ്റ് ആക്കാൻ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ സ്ക്വയർ കംപ്ലീറ്റ് ആക്കാൻ ഇവിടെ x² + x + 1/4 + 3/4 എന്നതിനെ എഴുതാം. ഓക്കെ. ഇനി രണ്ടാമത്തെ ഇൻ്റഗ്രൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് t ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dt ആണ് മേലെ. അതിന് t ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള d ആണ് മേലെ. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? dt/√t എന്ന് എഴുതാം. dt/√t പ്ലസ് 11/2. ഇവിടെയും നമുക്ക് നേരത്തെ ചെയ്ത പോലെ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യേണ്ടി വരും. x² + x + 1/4 + 3/4. എന്തിനാണ് x² + x + 1/4 എന്ന് എഴുതിയത്? കാരണം അത് x + 1/2 ആണ്. അത് x + 1/2 ആണ്. അപ്പോൾ ഇതിനെ x + 1/2 പ്ലസ് 3/4നെ √3/2 എന്ന് എഴുതാം. dx പ്ലസ്, ഇനി അടുത്തതിൽ നമുക്കിപ്പോൾ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ 1/√t dt ആണ്. 1/√t dtൻ്റെ ഇൻ്റഗ്രൽ √t ആണ്, 2√t. ഈ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ 2√t ആണ്. അപ്പോൾ ഇത് 3/2 × 2√t, t എന്തായിരുന്നു? x² + x + 1. അപ്പോൾ രണ്ടാമത്തെ ടേമിൽ ഇൻ്റഗ്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു. അതിൽ നിന്ന് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 1/√t dt, അതിൻ്റെ ഇൻ്റഗ്രൽ 2√t ആണ്. t എന്ന് പറഞ്ഞാൽ x² + x + 1 ആണ്. മൂന്നാമത്തെ ടേം 11/2 മേലെ, താഴത്തും ഇതേപോലെ നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് വെച്ചു, √3/2. ഇനി ഓരോന്നിൻ്റെ ഇൻ്റഗ്രൽ.
ഇതിൻ്റെ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. അതിൻ്റെ ഇൻ്റഗ്രൽ x/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് എക്സിന് പകരം എക്സ് പ്ലസ് 1/2 എന്ന് കൊടുക്കേണ്ടി വരും. അവിടെ എക്സ് പ്ലസ് 1/2 ആണല്ലോ, അപ്പോൾ ഇത് എക്സ് പ്ലസ് 1/2 ആവും. ഇനി അതേപോലെ അവിടെ വരുന്നത് 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് dx. ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അവിടെയും എക്സിന് പകരം എക്സ് പ്ലസ് 1/2 ചെയ്യേണ്ടി വരും. എക്സ് പ്ലസ് 1/2 ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ബാക്ക് ടു ഇൻ്റഗ്രേഷൻ 2 ഇൻറ്റു അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x/2 എക്സ് പ്ലസ് 1/2/2 x/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 തന്നെയാണ് കിട്ടുക. ഓക്കെ, പ്ലസ് എ സ്ക്വയർ ബൈ 2. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3/4 ആണ്. 3/4/2 3/2 ലോഗ് എക്സ് പ്ലസ് 1/2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. അപ്പോൾ ഫസ്റ്റിൻ്റെ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. രണ്ടാമത്തത് ഓൾറെഡി ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ് 3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇനി മൂന്നാമത്തത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. 11/2 കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. ആ 11/2 കഴിഞ്ഞാൽ ഇനി ലോഗ് എക്സ് പ്ലസ് എക്സിന് പകരം എക്സ് പ്ലസ് 1/2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന് പകരം ഇത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞ ഫോമിലേക്ക് ഇതിനെ മാറ്റി എഴുതണം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടേം ഇപ്പോൾ ഈ ലോഗ് നോക്കുക. ഇവിടെ ഈ ലോഗ് ഉണ്ട്, അതേ ലോഗ് ഇവിടെ ഉണ്ട്. ലോഗ് എക്സ് പ്ലസ് 1/2 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ആ ലോഗിൻ്റെ കോഎഫിഷ്യൻസ് നോക്കൂ. ഇവിടെ 2 ഇൻറ്റു 3/8 2 ഇൻറ്റു 3/8 ഉണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ 11/2. ഓക്കെ, 11/2. അപ്പോൾ അതിൻ്റെ ആ ടേമും അതിൻ്റെ കോഎഫിഷ്യൻസും മാറ്റി എഴുതി. പിന്നെ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് പ്ലസ് 1/2 ഇങ്ങനെ ടോട്ടലാണ്. എക്സ് പ്ലസ് 1/2 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണ്? ഇത് 6/8 പ്ലസ് 11/2 ആണ്, വിച്ച് ഈസ് 3/4 പ്ലസ് 11/2 6 പ്ലസ് 44/8 50/8, അതായത് 25/4. 25/4 ആണ് ലോഗ് എക്സ് പ്ലസ് 1/2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ൻ്റെ കൂടെ ഉള്ളത്. 25/4 അതിൻ്റെ കൂടെ 25/4 ആണുള്ളത്. ഇനി ഇവിടെ ഈ എക്സും റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ടേം വരും. ഓക്കെ, ഇനി ഈ 1/2ഉം ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 വരും. പ്ലസ് ഒരു ടേമും കൂടി ഉണ്ട്, 3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് സി. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലുള്ള പോലെ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഫസ്റ്റ് ടേം, അടുത്ത ടേം ഇതാ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1ൻ്റെ കൂടെ ഒരു 1/2 ഉണ്ട്, പ്ലസ് 3 ഉണ്ട്. അപ്പോൾ അത് 7/2 വരും. 7/2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് 25/4 ലോഗ് എക്സ് പ്ലസ് 1/2 പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് സി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഫോമിലായി. ഇതാണ് ക്വസ്റ്റ്യനിലുള്ള ആൽഫ, ഇതാണ് ക്വസ്റ്റ്യനിലുള്ള ബീറ്റ. ആൽഫ ഈക്വൽ ടു 7/2, ആൽഫ ഈക്വൽ ടു 7/2, ബീറ്റ ഈക്വൽ 25/4. ചോദിച്ചത് ആൽഫ പ്ലസ്
2 ബീറ്റയാണ് 7/2 പ്ലസ് 25/2 ഈക്വൽ ടു 16 ആൽഫ പ്ലസ് 2 ബീറ്റ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഈ ഇൻറ്റിജർ വാല്യൂ, അപ്പോൾ നമ്മുടെ ന്യൂമറിക്കൽ വാല്യൂ 16 ആണ് നമ്മുടെ ആൻസർ. 16 ഈസ് ദി ആൻസർ ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രേഷനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു.